വെള്ളിയാഴ്ച ദിവസം ആണുങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടുപേരും ഒരേപോലെയല്ല ചെയ്യേണ്ടത്. രണ്ടുപേരും വെള്ളിയാഴ്ച ദിവസം വ്യത്യസ്തമായ അമലുകളാണ് ചെയ്യേണ്ടത്. അപ്പോൾ പുരുഷന്മാർ എങ്ങനെയാണ്, ഏതൊക്കെയാണ് അമലുകൾ ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത്, അതുപോലെ വീട്ടിലുള്ള ഉമ്മമാർ, സഹോദരിമാർ, നിങ്ങൾ എങ്ങനെയാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തെ പരിഗണിക്കേണ്ടത്? രണ്ടും വ്യത്യസ്തമായ രൂപത്തിലാണ്, രണ്ടും വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുകയാണ്. അവസാനം വരെ കാണാൻ മറക്കല്ലേ. ഒരുപാട് അമലുകൾ നമ്മൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്ത വിവിധ കിതാബുകളിൽ വിവിധ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന അതിപ്രധാനപ്പെട്ട വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ, ആദാബുകൾ എല്ലാം ഇന്നത്തെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് കേട്ടാലോ? ഇനി വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വെള്ളിയാഴ്ച രാവിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, പറയേണ്ട അമലുകൾ, ചൊല്ലേണ്ട ദിക്റുകൾ, ചെയ്യേണ്ട ചില അതിപ്രധാനപ്പെട്ട ആരാധനകൾ. അതോടൊപ്പം തന്നെ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ജുമുഅ, അല്ലെ, അറബിയിൽ പറയുന്നത് യൗമുൽ ജുമുഅ എന്നാണ്. ജുമുഅ എന്ന പേര് വരാനുള്ള കാരണം എന്താ? ജുമുഅ എന്ന് ഈ വെള്ളിയാഴ്ച ദിവസത്തിന് പേര് വരാനുള്ള കാരണം അതുൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് അതിപ്രധാനപ്പെട്ട ചില മഹത്വങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പഠിക്കുന്നത്. ഓരോ ആണുങ്ങളും പെണ്ണുങ്ങളും എന്തായാലും നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഈ വീഡിയോ. കാരണം വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ ബഹുമാനിക്കാതെ പോയാൽ അത് നമ്മുടെ ഈമാൻ തന്നെ നഷ്ടമാകും. നമ്മുടെ ഈമാൻ നഷ്ടമാവാതിരിക്കാൻ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണേ. കാരണം അതിപ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വങ്ങളാണ് പറയുന്നത്. ഇത് കേട്ട് ജീവിതത്തിൽ അമൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഈ പറയുന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അമൽ ചെയ്യാനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യവും അല്ലാഹു നമുക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, പുണ്യം കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന നല്ല കാര്യങ്ങളാക്കി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ആരൊക്കെ നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് കമൻറ്റിലൂടെയൊക്കെ നിരവധി ആളുകളാണ് ഒരുപാട് പ്രയാസവും പ്രശ്നമൊക്കെ പറഞ്ഞ് ദുആ വസിയത്ത് നടത്തിയത്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസുലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെള്ളിയാഴ്ച ദിനത്തിന് അറബിയിൽ പറയുന്ന പേര് യൗമുൽ ജുമുഅ എന്നാണ്. ജുമുഅ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് കൂട്ടുക, ഒരുമിച്ച് കൂടിയത് എന്നൊക്കെയാണ് ഏകദേശ അർത്ഥം. അതായത് 3 തരത്തിലുള്ള ഒരുമിച്ച് കൂടലാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു വെള്ളിയാഴ്ച ദിനം യൗമുൽ ജുമുഅ. ആ ജുമുഅ എന്ന വാക്ക് വരാനുള്ള കാരണം, ഒന്ന്, ജനങ്ങളെല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടുന്ന സമയമാണ്, അല്ലേ? ഇപ്പോൾ സാധാരണ ളുഹർ നമസ്കാരത്തിനോ അസ്ർ നിസ്കാരത്തിനോ മഗ്രിബിനോ ഇശാക്കോ ഉള്ള ആളല്ല ജുമാ നിസ്കാരത്തിനുണ്ടാവുക. പള്ളി നിറയെ ആളായിരിക്കും, അല്ലേ? ആ ജുമാ നിസ്കാരത്തിൻ്റെ പ്രത്യേകതയാണത്. ജുമാ നിസ്കാരത്തിന് എല്ലാ ആളുകളും പള്ളിയിൽ വരും, എല്ലാ പുരുഷന്മാരും പള്ളിയിൽ വരും. അപ്പോൾ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വേദിയായതുകൊണ്ട് അതിന് ജുമുഅ എന്ന് പേര് വരാനുള്ള കാരണം, ആ ദിവസത്തിന് ജുമുഅ ദിവസം അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന ദിവസം എന്ന പേര് വരാനുള്ള കാരണം ഇത് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നു, നല്ല അമലുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അതായത് ജുമാ നിസ്കാരമുണ്ട്, ഫർള് നിസ്കാരം, അതുപോലെ സുന്നത്ത് നിസ്കാരം, അതുപോലെ ഖുതുബ, അല്ലെ, മറ്റു ദിവസങ്ങളിൽ ഇല്ലാത്തൊരു പ്രത്യേക ഖുതുബയുണ്ട്, അതുപോലെ സ്വതക്കകൾ ഒരുപാട് ചെയ്യുക. ജുമാ നിസ്കാരത്തിന് വരുമ്പോഴാണല്ലോ നിസ്കരിക്കുന്ന ആളുകളുടെ സൊഫിലൂടെ ഇങ്ങനെ ബക്കറ്റ് പോകും. സാധാരണ പള്ളികളിലുള്ള ബക്കറ്റ് പിരിവ്, അപ്പോൾ പൈസ ഇടുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഒരുപാട് ആളുകൾ പാവപ്പെട്ടവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ സ്വതക്ക ചെയ്യുന്നു. അതുപോലെ ഖുർആൻ ഓതൽ നമ്മൾ സാധാരണയേക്കാൾ കൂടുതൽ, അല്ലേ, ഉമ്മമാരും എല്ലാവരും അവർ സൂറത്തുൽ കഹ്ഫും മറ്റ് സൂറത്തുകളൊക്കെ ഓതുന്നു. അതുപോലെ തന്നെ എല്ലാവരോടും സലാം പറയുന്നു, സുന്നത്തുകൾ ധാരാളം എടുക്കുന്നു. അപ്പോൾ അമലുകളെല്ലാം ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന് ആ യൗമുൽ ജുമുഅ ഒരുമിച്ച് കൂടുന്നത് എന്ന ഒരു പേര് വരാനുള്ള കാരണം. മൂന്നാമത്തേത്,
മുഅ്മിനീങ്ങളായ ആളുകളൊക്കെ പള്ളിയിൽ ജുമാ നിസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നു. മുഅ്മിനീങ്ങളോടൊപ്പം തന്നെ ഒരുപാട് മലക്കുകളും, അപ്പോൾ മലക്കുകളും മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിനമാണ് വെള്ളിയാഴ്ച ദിനം. അതുകൊണ്ട് എന്ത് വന്നു? ആ ദിനത്തിന് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിനം എന്ന് പേര് വരാനുള്ള കാരണം ഇതൊക്കെ നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. വെള്ളിയാഴ്ച ദിനമെന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളുടെ നേതാവാണ്. സയ്യിദുൽ അയ്യാം, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, ഈ 6 ദിവസങ്ങളുടെയൊക്കെ നേതാവാണ് 7ാമത്തെ ദിവസമാകുന്ന വെള്ളിയാഴ്ച ദിനം. അപ്പോൾ വെള്ളിയാഴ്ച ദിനമെന്ന് പറഞ്ഞാൽ ദിവസങ്ങളുടെ നേതാവാണ്. അതുകൊണ്ട് ദുന്യവിയായ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് ആഖിറത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിനം. അതാണ് ഞായറാഴ്ചയല്ല നമുക്കൊഴിവ്, നമുക്ക് വെള്ളിയാഴ്ചയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ അങ്ങനെ കാണാം അല്ലേ, വെള്ളിയാഴ്ച അവിടെ ഓഫായിരിക്കും. വെള്ളിയാഴ്ചയും പ്രവൃത്തി ദിനമായി വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. എന്തുമാവട്ടെ, വെള്ളിയാഴ്ച ദിനമാണ് സാധാരണ ഒഴിവുള്ളത്. ഇപ്പോൾ ദർസിലൊക്കെ, അറബി കോളേജിലും ദർസിലൊക്കെ വ്യാഴാഴ്ച ളുഹ്ർ കഴിഞ്ഞാൽ പിന്നെ ദർസിന് അവധിയാണ്. വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞും പിന്നെ വെള്ളിയാഴ്ചയൊക്കെ മൊത്തം അവധിയാണ്, ലീവാണ്. എന്താണ് ലീവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് വെള്ളിയാഴ്ച ദിനത്തിനുള്ള ഇബാദത്തുകൾ ചെയ്യാനും ബാക്കി സുന്നത്തുകളൊക്കെ എടുക്കാനും ബാക്കി സുന്നത്തായ അമലുകളൊക്കെ ചെയ്യാനും ഖുർആൻ ഓതാനും അതുപോലെ തന്നെ പഠിച്ച പാഠഭാഗങ്ങളൊക്കെ ഒന്ന് ആവർത്തി നോക്കാനും ഒക്കെ ആയിട്ട് വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച ഫുൾ ദിനവും എന്തായിരിക്കും? അവധിയായിരിക്കും ദർസുകളൊക്കെ. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് ഇത്ര മഹത്വം ഉണ്ടാവാൻ കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. മുൻകാല സമുദായത്തിന് അല്ലാഹു തആല വെള്ളിയാഴ്ച ദിനം കൊടുത്തിരുന്നു. പക്ഷേ ആ കൊടുത്തിരുന്നു എങ്കിലും അവരെന്ത് ചെയ്തു? ആ വെള്ളിയാഴ്ച ദിവസത്തിന് വേണ്ട പരിഗണനയോ അതിൻ്റെ പവിത്രതയോ അതിൻ്റെ മഹത്വമോ കാത്തു സൂക്ഷിക്കാതെ വന്നപ്പോൾ അല്ലാഹു തആല അവരിൽ നിന്നും വെള്ളിയാഴ്ച ദിനത്തെ എടുത്തു മാറ്റിയെന്നാണ്. നമുക്ക് അല്ലാഹു തആല വെള്ളിയാഴ്ച ദിനത്തെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, വെള്ളിയാഴ്ച ദിനം നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ട ദിവസമാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിൻ്റെ പേര് തന്നെ ജുമുഅ എന്നാണ്. ജുമുഅ സൂറത്ത്, അതായത് വ്യാഴാഴ്ച ഇശാഇനും അതുപോലെ വെള്ളിയാഴ്ച സുബഹിക്കും ഒക്കെ സൂറത്ത് ഓതൽ ശ്രേഷ്ഠതയുള്ള അല്ലെങ്കിൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള സൂറത്തുകളിൽ പെട്ടതാണ് സൂറത്തുൽ ജുമുഅയും സൂറത്തുൽ മുനാഫിഖൂനും. അപ്പോൾ സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു തആല പറയുന്ന ഒരു ആയത്താണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. സത്യവിശ്വാസികളെ, ജുമുഅ ദിവസത്തിൽ ജുമുഅക്ക് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, അതായത് വെള്ളിയാഴ്ച ജുമുഅ ദിവസം ആ വെള്ളിയാഴ്ച ദിനത്തിൽ ബാങ്ക് കേട്ടാൽ അല്ലെങ്കിൽ ആ ജുമയുടെ സമയമായാൽ അള്ളാഹുലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സ്മരണകളിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വരണം. അതായത് വെള്ളിയാഴ്ച പ്രത്യേകം നമ്മൾ കടകളൊക്കെ നേരത്തെ അടക്കാൻ, വെള്ളിയാഴ്ച ജുമുഅക്ക് പോവാൻ നേരത്തെ തന്നെ അടച്ച് ജുമുഅക്ക് വേണ്ടി പോവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ കാണാം, ഉസ്താദേ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? സ്ത്രീകൾ ചോദിക്കുന്നു, ഉമ്മമാർ ചോദിക്കുന്നു, ഞങ്ങളിപ്പോൾ കച്ചവടമൊന്നും ചെയ്യുന്നില്ല, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ വെള്ളിയാഴ്ച ജുമുഅക്കൊന്നും പോകണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ആയത്ത് ബാധകമല്ലല്ലോ. അങ്ങനെയല്ല. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല, അവർക്ക് ളുഹർ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. വെള്ളിയാഴ്ച ളുഹർ നിസ്കരിച്ചാൽ മതി, 4 റക്അത്ത് വീട്ടിൽ തന്നെ സാധാരണ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചാൽ മതി. പക്ഷേ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നേരത്തെ തന്നെ ജുമുഅയുടെ ആ ഒരു പവിത്രത മനസ്സിൽ നമ്മൾ കണ്ട് ജുമുഅക്ക് മുമ്പ്, അതായത് പള്ളിയിൽ ജുമുഅ നടക്കുന്ന സമയത്ത് നമ്മൾ ളുഹർ നിസ്കാരത്തിന് പായിലുണ്ടാവണം. മാത്രമല്ല വളരെ പ്രാധാന്യമുള്ളതാണ്, വളരെ പ്രതിഫലമുള്ളതാണ്. ഇപ്പോൾ പള്ളിയിൽ ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ടേ ളുഹർ നിസ്കരിക്കാൻ പറ്റൂ വീട്ടിൽ പെണ്ണുങ്ങൾക്ക്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ബാങ്ക് വിളി കേട്ടാൽ അല്ലെങ്കിൽ സമയമായാൽ നിങ്ങൾക്ക് ളുഹർ നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ആ ഒരു സമയത്തെ പരിഗണിക്കുക. അതുപോലെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം പറയുന്നുണ്ട് ജുമാ ദിവസത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. നേരത്തെ തന്നെ വുളുവെടുത്ത് നിസ്കാരപ്പായിലിരിക്കുക, പ്രത്യേകം ദ്വാരക്കുക, വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ്. ഇനി ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് ഹദീസുകളുണ്ട് ഈ വെള്ളിയാഴ്ച ദിനത്തിൻ്റെ മഹത്വം പറയുന്നത്. വെള്ളിയാഴ്ച ദിനത്തിൻ്റെ മഹത്വം പറയുമ്പോൾ നമ്മുടെ മുൻഗാമികളായ വല്ലുപ്പമാരും വല്ലുമ്മമാരും അല്ലെ, വെള്ളിയാഴ്ച രാവാകും, നാളെ വെള്ളിയാഴ്ചയാണ്, ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, ഖുർആനോദ്, ദിക്ർ ചൊല്ല്, സ്വലാത്ത് ചൊല്ല് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അത്രമാത്രം മഹത്വം കൽപ്പിച്ചിരുന്നു നമ്മുടെ വല്ലുമ്മമാരും വല്ലുപ്പമാരും. വിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ ഫീഹി ഖുലിക ആദമ വഫീഹി ഉദ്ഖിലൽ ജന്ന വഫീഹി ഉഹ്ബിത ഇലൽ അർളി വഫീഹി തഖൂമുസ് സാഅ വഹുവ ഇൻദല്ലാഹി യൗമുൽ മസീദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ
ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസത്തിലാണ് അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചത്. ആദം നബിയെ സൃഷ്ടിച്ചതും ആദം നബി വഫാത്തായതും അതേ ദിവസത്തിലാണെന്ന് മറ്റൊരു ഹദീസിൽ കാണാം. പിന്നെയോ അത് മാത്രമല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും മഹാനവറുകളുടെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചതും അങ്ങനെ നിരവധി കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിലാണ് സംഭവിച്ചത്. അതായത് ആദം നബിയാകുന്ന നമ്മുടെ വല്ലുപ്പ, മനുഷ്യന്റെ തുടക്കം, മഹാനവറുകൾ ജനിച്ചതും അതുപോലെ മഹാനവറുകൾ വഫാത്തായതും വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ വഫീഹി തഖൂമു സാഅ, ഈ ദിവസത്തിലാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക. അതായത് ആദം നബിയുടെ മുഴുവൻ മക്കളും മരിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്, ഖിയാമത്ത് നാൾ. ആ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതും എപ്പോഴാണ്? വെള്ളിയാഴ്ച ദിവസമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. പിന്നെ മറ്റൊരു ഹദീസിൽ കാണാം, എന്ത്? സ്വർഗത്തിൽ ഒരൊറ്റ ദിവസമേ ഉള്ളൂ, അത് വെള്ളിയാഴ്ച ദിവസമാണ്. സ്വർഗത്തിൽ ഉണ്ടാവുന്ന ദിവസം എന്ന് പറയാൻ വെള്ളിയാഴ്ചയാണ്. അതായത് സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണുന്ന ആളുകൾ വെള്ളിയാഴ്ച ദിവസമാണ് കാണുക. അതായത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അതായത് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച എന്ന ഒരു ദിവസം മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഓഫറുകളുടെ ദിനമാണ്. നമ്മളിന്ന് ആ ഓഫർ നഷ്ടപ്പെടുത്തുകയാണ്, അല്ലേ? വെള്ളിയാഴ്ച ദിവസം സാധാരണ ഒരു ദിവസം പോലെയാക്കി നമ്മൾ മാറ്റി. പക്ഷെ ഞായറാഴ്ചയോ? ഞായറാഴ്ച നമ്മൾ എല്ലാ തിരക്കുകളും ഒഴിവാക്കിയിട്ട് നമ്മളെന്താണ്, ഒരു ഫ്രീ ആകുന്ന ദിവസമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ ഫ്രീ ആവേണ്ടത് വെള്ളിയാഴ്ചയാണ്. മറ്റ് തിരക്കുകളൊക്കെ മാറ്റി ഇബാദത്തിൽ കഴിഞ്ഞുകൂടി നമ്മൾ വളരെ ആത്മീയമായ ഒരു നിർവൃതി ഉണ്ടാക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഇപ്പോൾ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ഹദീസിൻ്റെ ആശയത്തിൽ കാണാം, ലിൻ നസ്വാറ, ക്രൈസ്തവർക്കാണ് ഞായറാഴ്ച ദിവസമുള്ളത്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ലിൽ യഹൂദ്, അത് യഹൂദികൾക്കാണ്, ജൂതന്മാർക്കാണ്. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമീങ്ങൾക്ക്, ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാവരും ഞായറാഴ്ചയിലേക്ക് മാറി, അല്ലേ? വെള്ളിയാഴ്ച പള്ളി വരുന്നു എന്ന് മാത്രമല്ല, പക്ഷേ എല്ലാവരും ഞായറാഴ്ചയിലേക്ക് മാറി. പക്ഷേ നമുക്ക് വേണ്ടത് വെള്ളിയാഴ്ച ദിവസം, അതിപ്രധാനമാണ്, അതിശ്രേഷ്ഠതയുള്ളതാണ്. ഇനി ജുമുഅ ദിവസം വളരെ ഓഫറുള്ള ദിവസങ്ങളാണ്. അത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും വലിയ രൂപത്തിൽ ഓഫറുള്ള ദിവസമാണ്. ജുമുഅ ദിവസത്തിൽ ദുആക്ക് പ്രത്യേക സമയമുണ്ട്. ആ സമയത്തെങ്ങാനും ദുആ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാഹു ആ ദുആ വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്, ഇജാബത്തുണ്ട്. അതേത് സമയമാണെന്ന് ക്ലിപ്തമാക്കപ്പെട്ടിട്ടില്ല. നമുക്ക് ചില ഹദീസുകളിലും അതുപോലെ മഹത്തുക്കളായ പണ്ഡിതന്മാരും പറഞ്ഞു തരുന്നു, ഇമാമ് മിമ്പറിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയമാണ്. മറ്റൊരു അഭിപ്രായത്തിൽ ഇമാമ് ഒരു ഖുതുബ ഓതിയിട്ട് ഇരിക്കുന്നു, രണ്ടാമത്തെ ഖുതുബ ഓതുന്നതിന് വേണ്ടി. ആ ഇരിക്കുന്ന സമയത്തുള്ള ദുആ വളരെ വേഗത്തിൽ സ്വീകരിക്കപ്പെടും. മറ്റൊരു റിവായത്തിൽ കാണാം, അസർ, വെള്ളിയാഴ്ച അസറിന് ശേഷമുള്ള സമയത്ത് ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുന്നതാണ്. മറ്റൊരു സമയമാണ് മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം. ഇങ്ങനെ നിരവധി സമയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് ദുആ ചെയ്താൽ ആ ദുആ വേഗത്തിൽ സ്വീകരിക്കും. എൻ്റെ ഉമ്മമാരെ, വെള്ളിയാഴ്ച സുബഹി മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും ജോലി തിരക്കുണ്ടെങ്കിലും ദുആ നമ്മൾ മറന്നു പോകരുത്. ചിലപ്പോൾ നമ്മൾ മീൻ മുറിക്കുകയാവാം, അല്ലെങ്കിൽ തുണി അലക്കുകയാവാം, അല്ലെങ്കിൽ നമ്മൾ അപ്പം ഉണ്ടാക്കുകയാകാം, പുട്ടുണ്ടാക്കലാവാം. എന്ത് ജോലി ചെയ്താലും റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ എന്ന ദുആ എൻ്റെ എല്ലാ ഉമ്മച്ചിമാരും എൻ്റെ എല്ലാ സഹോദരന്മാരും സഹോദരങ്ങളും ഈ മറന്നു പോവാൻ പാടില്ലാത്ത ദുആയാണ്. അതായത് ദുന്യാവിലെയും ആഖിറത്തിലെയും എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്ന ഒരു ദുആയാണ് ഈ ദുആ. അത് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അള്ളാഹുലേക്ക് ഉയർത്തി തന്നെ പറയണമെന്നില്ല, നമ്മൾ വായ കൊണ്ട് ഇങ്ങനെ പറയാം. നിസ്കാരമില്ലാത്ത സമയമാണെങ്കിലും ആ സമയത്തും ഈ ദുആ പറയാം. കാരണം ഇതൊരു ദിക്റാണ് എന്ന നിലയിൽ നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ഈ ദുആ പറയാം. വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദുആകളിൽപ്പെട്ട ഒന്നാണ് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ഇനി ജുമുഅ ദിവസത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളുണ്ട്. ഒന്ന്, സുബഹിക്ക് മുമ്പേ ഉണരുക. അതായത് സാധാരണ ദിവസമൊക്കെ നമ്മൾ സുബഹിക്ക് മുമ്പാണ് വരുന്നത്, പക്ഷേ ഇത് പ്രത്യേകം സുബഹിക്ക് മുമ്പ് തന്നെ ഉണരുക എന്നുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു സുന്നത്താണ്. അത് ചെയ്താൽ വലിയ പ്രതിഫലം കിട്ടും. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും, അല്ലേ? രണ്ടാമത്തേത്, വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പുണ്യം കിട്ടണമെന്ന് മനസ്സിൽ കരുതി നമ്മൾ മിസ്വാക്ക് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും പല്ല് തേക്കുന്നതാണ്, അല്ലേ? ആ സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കാറുണ്ട്, ഇല്ലല്ലോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ പല്ല് തേക്കുമ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്ത് ഞാൻ എടുക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ അതിൻ്റെ പ്രതിഫലം
കരുതുന്ന ഉമ്മമാർക്കും കിട്ടും, കരുതുന്ന ഉപ്പമാർക്കും കിട്ടുന്നതാണ്. പിന്നെയോ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് പോകുന്നവർക്ക് മാത്രമല്ല വീട്ടിലുള്ള ഉമ്മമാർക്കും എന്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്. ഒരത്രക്ക് ഉണ്ടെങ്കിൽ അത്രത്ത് മാക്സി എന്ന് പറയില്ലേ, നൈറ്റിയിലോ ചുരിദാറിലോ അതുപോലെ തന്നെ പർദ്ദയിലോ ഒക്കെ നമുക്ക് തേക്കാം. അതുപോലെ പള്ളിയിൽ പോകുന്ന ഉപ്പമാർ സഹോദരന്മാർ ഒരത്തറ് അതുപോലെ തന്നെ സുഗന്ധ ദ്രവ്യങ്ങൾ അത് നമുക്ക് തേക്കാവുന്നതാണ്. ഒരാൾ സുഗന്ധം ഉപയോഗിക്കുമ്പോൾ അയാൾക്ക് സ്വന്തമായി നമുക്ക് സംതൃപ്തി ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ തേച്ചിട്ടുള്ള ആ ഒരു അത്തറിൻ്റെ ആ സുഗന്ധം മറ്റുള്ളവർ ആസ്വദിക്കുമ്പോൾ അവർക്കും ഒരു നേട്ടമാണ്, അത് നമുക്കും ഒരു നേട്ടമാണ്. ഒരു മനുഷ്യൻ അവൻ വസ്ത്രം വൃത്തിയാക്കുകയാണെങ്കിൽ, വസ്ത്രം വൃത്തിയാക്കുന്നു, അലക്കുന്നു, സ്വന്തം വസ്ത്രം സ്വന്തമായി അവൻ അലക്കുകയാണെങ്കിൽ, വസ്ത്രം വൃത്തിയായി സൂക്ഷിച്ചാൽ, അഴുക്ക് പുരടാതെ സൂക്ഷിച്ചാൽ അവനിക്ക് ടെൻഷൻ കുറയുമെന്നാണ്. മാത്രമല്ല അവൻ സുഗന്ധം ഉപയോഗിക്കുകയാണെങ്കിൽ അവനിക്ക് ബുദ്ധി കൂടുമെന്നും നമുക്ക് മഹാനായ ഇമാം ഷാഫി തങ്ങൾ പറയുന്നതായി കാണാം. പിന്നെയോ വെള്ളിയാഴ്ച സുന്നത്തുകളിൽപ്പെട്ട മറ്റൊരു സുന്നത്താണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മീശ മുറിക്കുക, മീശ വെട്ടുക എന്നുള്ളത്, താടി ഒതുക്കുക എന്നുള്ളത്, നഖം മുറിക്കുക പ്രത്യേകം സുന്നത്താണ്. നഖം മുറിക്കൽ പ്രത്യേകം സുന്നത്താണ്. അത് വെള്ളിയാഴ്ച രാവ്, അതായത് വ്യാഴാഴ്ച അസറിന് ശേഷം മുറിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. അതുപോലെ തന്നെ വെള്ളിയാഴ്ച മുറിച്ചാലും വളരെ പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: വെള്ളിയാഴ്ച ജുമുഅ ദിവസത്തിൽ ഒരു മനുഷ്യൻ നഖം മുറിക്കുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു തആല അവന്റെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സുന്നത്താണ് കുളിക്കുക എന്നുള്ളത്. നമ്മളെല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, പക്ഷേ നീയത്ത് വെച്ച് കുളിക്കുക. ഇവിടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, അതായത് വ്യാഴാഴ്ച രാത്രി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംയോഗത്തിൽ ഏർപ്പെടുകയും എന്നിട്ട് വെള്ളിയാഴ്ച സുബഹിയുടെ സമയത്ത് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് അവർ കുളിക്കുന്നു, ഫർദ് കുളി, ആ സംയോഗം ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ അവർ കുളിക്കുകയാണ്. കുളിക്കുന്ന സമയത്ത് രണ്ട് നീയത്ത് വെച്ചു. എന്ത്? ഒന്ന്, വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു, അതായത് ജനാബത്തിനെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചു. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളിയും ഞാൻ ഇതിൻ്റെ കൂടൊപ്പം കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ അവർക്ക് രണ്ട് പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. പിന്നെ വെള്ളിയാഴ്ച കുളിക്കൽ ഏറ്റവും നല്ലത് സുബഹിക്ക് മുമ്പ് കുളിക്കലാണ്. അതല്ലാതെ സുബഹിക്ക് ശേഷമോ 10 മണിക്കോ 9 മണിക്കോ കുളിക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ ആദ്യം പള്ളിയിലേക്ക് പോകണമെന്നാണ്. ഇവിടെ ആദ്യം പള്ളിയിലേക്ക് പോവുക അത് പ്രത്യേകം സുന്നത്താണ്. ഇപ്പോൾ ഒരു 15 വർഷം മുമ്പ്, ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെ പള്ളികളിലൊക്കെ നോക്കിയാൽ ഒരു 10 മണി 10:30 11 മണിക്കുള്ളിൽ പള്ളിയുടെ ആദ്യത്തെ 1 2 3 സ്വഫ് നിറഞ്ഞിരിക്കും. നമ്മുടെ വല്ലുപ്പന്മാരെ കൊണ്ടും ആളുകളൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. എന്നിട്ടൊരു ചെറിയൊരു മൂളല, എന്താ, അവരിങ്ങനെ സൂറത്തുൽ കഹ്ഫും അതുപോലെ സ്വലാത്തും അടങ്ങിയ ഒരു ഏടുണ്ട്, അതിങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇന്ന് 11 മണിക്കെങ്ങാനും ആരെങ്കിലും പള്ളിയിൽ വന്നാൽ അപ്പം നമ്മുടെ മനസ്സിലുണ്ട് അത് ഏതോ പിരിവുകാരനാണ്, അയാൾ സെക്രട്ടറിനെ കാണാൻ വേണ്ടി നേരത്തെ വന്ന എന്നൊരു തോന്നലാണ്. അതായത് അത്രത്തോളം ആളുകൾ താമസിച്ച് വരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യത്തെ ബിദ്അത്ത്, ഇസ്ലാമിൽ കടന്നുകൂടിയ, ഇസ്ലാമിലുണ്ടായ ആദ്യത്തെ ബിദ്അത്ത്, പുത്തനാശയം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം അവ്വലു ബിദ്അത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ആദ്യത്തെ ബിദ്അത്ത് തഅഖീറു ഇത്തിയാനിൽ ജുമുഅ, അത് ജുമുഅക്ക് താമസിച്ചു പോവലാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഏതായാലും നിങ്ങൾ പള്ളി പോകുന്നില്ല ജുമുഅക്ക്, വീട്ടിൽ തന്നെ ളുഹർ നിസ്കരിക്കുന്നു മതി. പക്ഷേ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ, ആൺമക്കളെയും നിങ്ങൾ നേരത്തെ പള്ളിയിലേക്ക് പറഞ്ഞു വിടുക, നേരത്തെ അവരെ കൊണ്ട്. കാരണം ആ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം അല്ലാഹു തരും, നിങ്ങൾക്കും അതിൻ്റെ പ്രതിഫലം അല്ലാഹു തരും. പിന്നെ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ഉപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ്, നമ്മളൊക്കെ കേട്ട ഹദീസാണ്. ഇദാ കാന യൗമുൽ ജുമുഅ ദിവസമായാൽ ഖഅദത്തിൽ മലായിക, മലക്കുകൾ ഇരിക്കും, അല്ലെങ്കിൽ മലക്കുകൾ വരും, അലാ അബ്വാബിൽ മസാജിദ്, പള്ളിയുടെ ഓരോ വാതിലിലും മലക്കുകൾ വന്ന് നിൽക്കും. വഖതബു മൻ ജാഅ ഇലൽ ജുമുഅ, ജുമുഅ ദിവസം ജുമുഅക്ക് വേണ്ടി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു പോകുന്നവരെ അവരിങ്ങനെ എഴുതി വെക്കും, അവരുടെ പേരും അഡ്രസ്സും എല്ലാം. ഫഇദാ ഖറജൽ ഇമാമു തൗ സുഹുഫ വജാഉ യസ്തമിഊന ദിക്റ, എന്നിട്ടോ ഖുതുബ ഓതാൻ വേണ്ടി ഖതീബ് മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് അവരുടെ കിതാബ് അവർ മടക്കി വെക്കും. എന്നിട്ട് അവരും സ്വഫിൽ വന്നിരുന്നിട്ട് ഖുതുബ കേൾക്കുന്നതാണ്. അതായത് പറഞ്ഞു വന്നത്, നമുക്ക് ജുമുഅ നിസ്കാരത്തിൻ്റെ പ്രതിഫലം പൂർണ്ണമായി കിട്ടണമെങ്കിൽ ഖതീബ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലുണ്ടാവണം.
സത്യം പറഞ്ഞാൽ ജുമാ ദിവസത്തിൽ ജുമാക്ക് വേണ്ടി പള്ളിയിൽ ഏറ്റവും അവസാനം വരേണ്ട ആൾ ഖത്തീബാണെന്നാണ്. ഏറ്റവും അവസാനം, അതായത് ഖുത്തുബ ഓതാൻ വേണ്ടി റൂമിൽ നിന്ന് വരേണ്ടത് ഖുത്തുബയുടെ സമയമാകുമ്പോഴാണ് വരേണ്ടതെന്നാണ്. ഇപ്പോൾ ഖുത്തുബക്ക് മുമ്പ് ചില പള്ളികളിൽ പ്രസംഗമുള്ളത് കൊണ്ട് ഖത്തീബ് നേരത്തെ വരും. അതല്ലാതെ എന്താണ്, ഖത്തീബായിരിക്കണം ഏറ്റവും അവസാനം വരും, ബാക്കി എല്ലാവരും അതിനു മുമ്പ് ഉണ്ടാവണമെന്നാണ്. പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷെ ഇന്ന് നമ്മുടെ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ വരുന്നത് എന്താ, ഉറക്കം വരും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, പ്രസംഗമൊക്കെ ഉണ്ടാ, പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലാം. ഇപ്പോൾ നേരത്തെ പോയിട്ട് കാര്യമില്ലല്ലോ, താമസിച്ചു പോയാൽ നേരത്തെ പള്ളിയിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പല ആളുകളും പലപ്പോഴും എന്താണ്, പരമാവധി താമസിച്ചാണ് പള്ളിയിലേക്ക് പോകുന്നത്. ഇവിടെ അതായത് മലക്കുകൾ നേരത്തെ വരുന്ന ആളുകൾക്ക് പ്രതിഫലം ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. ഇതേ ഹദീസിന്റെ ചുവടെ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരു ഹദീസാണ്. അതായത് മൻ റാഹ ഇലൽ ജുമുഅ ഫി സഅത്തിൽ ഊല ഫകഅന്നമാ ഖറബ ബദന. ഒരാള് ജുമയുടെ ആദ്യത്തെ സമയത്ത് പള്ളിയിലേക്ക് വന്നാൽ ഒരു ഒട്ടകത്തെ അറുത്തിട്ട് അതിൻ്റെ മാംസം സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. അതായത് ഈ ഒരു ഹദീസിൻ്റെ ആശയം വെച്ച് നോക്കുമ്പോൾ ഒരു 7:30, 8:30, ഒരു 9 മണിക്ക് പള്ളിയിൽ ജുമക്ക് വന്നാൽ എന്ത് കിട്ടും? ഒരു ഒട്ടകത്തെ അറുത്ത പ്രതിഫലം കിട്ടും. ഒട്ടകത്തെ അറുത്തിട്ട് നമ്മൾ സ്വതക്ക ചെയ്ത പ്രതിഫലം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സമയത്ത് വന്നാൽ ബക്കറ, ഒരു പശുവിനെ, മാടിനെ അറുത്തു കൊടുത്ത പ്രതിഫലമാണ്. അത് കഴിഞ്ഞിട്ട് വന്നാൽ കബുഷ, മൂന്നാമത്തെ സമയത്ത് വന്നാൽ ഒരു ആടിനെ അറുത്തു കൊടുത്ത സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. അത് കഴിഞ്ഞ് വന്നാൽ നാലാമത്തെ സമയത്ത് വന്നാൽ ദജാജ, ഒരു കോഴി അറുത്തിട്ട് സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. അത് കഴിഞ്ഞ്, അതായത് ഇമാമ് മിമ്പറിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ്, ഖുതുബക്ക് തൊട്ട് മുമ്പ് വന്നാൽ അവനക്ക് കിട്ടുന്നത് എന്ത്? ബീള, ഒരു കോഴിമുട്ട സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. അത് കഴിഞ്ഞിട്ട് വന്നാൽ ഒന്നും കിട്ടൂല. ഇന്ന് ആട് പോയിട്ട്, കോഴി പോയിട്ട്, കോഴിമുട്ട പോയിട്ട് ഒരു കോഴിത്തൂവലിൻ്റെ പ്രതിഫലം പോലും കിട്ടാത്ത അവസ്ഥയാണ്. കാരണം എല്ലാം കഴിഞ്ഞിട്ട് അല്ലേ, ചില ആളുകൾ ജുമാക്ക് സലാം വീട്ടുന്നതിന് മുമ്പ് വന്ന്, ചിലപ്പോൾ അത് ബ്ലോക്കിൽ പെട്ടുപോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസൗകര്യം പെട്ടെന്ന് വന്നാൽ, എന്തെങ്കിലും രോഗമാവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെയും അതിൽ സമാധാനം അല്ലാഹു തആല തരും. ഇതങ്ങനെയല്ല, മനഃപൂർവ്വം താമസിക്കുകയാണ്. ഇനി സമയമുണ്ടല്ലോ, കുറച്ച് കഴിയട്ടെ, ഇനി സമയമുണ്ടല്ലോ. ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നത്. അപ്പോൾ എല്ലാവരും പള്ളിയിലാണ്, നമ്മുടെ കടയിൽ മാത്രം ആൾ കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ആളുകൾ കച്ചവടം ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, സൂറത്തുൽ ജുമഅയുടെ ആയത്ത്, അതായത് ജുമാക്ക് അള്ളാഹുവിൻ്റെ പള്ളിയിലേക്ക് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ സ്മരണയിലായി പള്ളിയിലേക്ക് പോകണം. ആ സമയത്ത് കച്ചവടം ചെയ്യൽ ഹറാമാണ്. ആ സമയത്ത് നമുക്ക് കച്ചവടം ചെയ്ത് കിട്ടുന്ന പൈസ അത് ഹറാമായ പൈസയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമാണ്. പ്രത്യേകിച്ച് ഉമ്മമാരെ, നിങ്ങൾ നേരത്തെ തന്നെ ഭർത്താവിനെയും ഭർത്താക്കന്മാരെയും അതുപോലെ മക്കളെയൊക്കെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തുകളിൽപ്പെട്ട മറ്റൊരു സുന്നത്താണ് എന്ത്? വെള്ളിയാഴ്ച ദിവസം നല്ല വസ്ത്രം ധരിക്കുക. നമ്മൾ പെരുന്നാളിന് പുതിയ വസ്ത്രം ധരിക്കാറുണ്ട്. വെള്ളിയാഴ്ച ദിവസവും പുതിയ വസ്ത്രം ധരിക്കാനുള്ളവർക്ക് അങ്ങനെ ധരിക്കാം. അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി പ്രത്യേകം ഒരു വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളിയാഴ്ച പ്രത്യേകം ധരിക്കാനൊരു വസ്ത്രം, അതും വെള്ള വസ്ത്രമായിരിക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. പിന്നെയോ മാത്രമല്ല, തലപ്പാവ് ധരിച്ച്, ഇതിപ്പോൾ തലപ്പാവ് പോയിട്ട് തൊപ്പി പോയിട്ട് ആരും വെക്കാറില്ല. അതായത് തലപ്പാവ് ധരിക്കുക എന്നുള്ളത് സുന്നത്താണ്. മുമ്പ് ഈ അറബികളൊക്കെ എല്ലാവരും തലപ്പാവ് ധരിക്കുമായിരുന്നു. അതായത് തലമറച്ചിട്ട് നിസ്കരിക്കുക, അതിന് വലിയ പ്രതിഫലമുണ്ട്. പിന്നെയോ പള്ളിയിലേക്ക് പോവേണ്ട സമയം അത് നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെയാക്കണം. സൂര്യൻ ഉദിച്ച ആദ്യത്തെ 1 മണിക്കൂറിൻ്റെ സമയത്തിനുള്ളിൽ പോവുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയമെന്നാണ്. അങ്ങനെ നിരവധി സുന്നത്തുകളുണ്ട്. പിന്നെ പള്ളിയിൽ ചെന്ന് ജുമാക്ക് വേണ്ടി നമ്മൾ പള്ളിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് മറന്നു പോകണ്ട. നവൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഇഅ്തികാഫിനെ ഞാൻ കരുതിയെന്ന് മനസ്സിൽ നിയ്യത്ത് വെക്കുക. അതിന് വലിയ പ്രതിഫലമുണ്ട്, വലിയ കൂലിയുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പുരുഷന്മാർ വന്നാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് പരമാവധി ഇമാമിൻ്റെ വലതുഭാഗത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അതിന് പ്രത്യേകം കൂലിയുണ്ട്. മിമ്പറിൻ്റെ സൈഡിൽ വലതുഭാഗത്തിരിക്കാൻ പറ്റിയാൽ വളരെ പ്രതിഫലമാണ്. എല്ലാവരും കൂടി അവിടെ പോയിരുന്ന ബാക്കിയുള്ള സ്ഥലത്ത് ആരും ഉണ്ടാവില്ല. അങ്ങനെ അതായത് ആദ്യം വരുന്ന ആളുകൾ അവിടെ ഇരിക്കുക, രണ്ടാമത് വരുന്ന ആൾ, ആദ്യം വരുന്ന ആൾ ഇമാമിൻ്റെ വലതുഭാഗത്ത്, പിന്നെ വരുന്ന ആൾ ഇടതുഭാഗത്ത്, പിന്നെ വലത്, പിന്നെ ഇടത്, പിന്നെ വലത്, പിന്നെ ഇടത്, അങ്ങനെയാണ് ഓരോ ആളുകൾ നിൽക്കുന്നത്. ഇപ്പോൾ 2 പേര് വന്നാൽ ഒരാൾ ഇമാമിൻ്റെ വലതുഭാഗത്ത്, രണ്ടാമത്തെ ആൾ ഇടതുഭാഗത്ത്, അങ്ങനെ വന്ന് ഇരിക്കുക. അങ്ങനെയാണ് നമ്മൾ സൊഫ് ക്ലിയർ ആക്കേണ്ടത്. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ഈ വലതുഭാഗത്തിരിക്കുക എന്ന സുന്നത്ത് കിട്ടാൻ നമുക്ക് വലതുഭാഗത്ത് സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം. അപ്പോൾ വലതുഭാഗത്തിരിക്കുക എന്ന സുന്നത്ത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, സൊഫായിട്ടിരിക്കുമ്പോൾ കവച്ച് പോകുന്ന ആളുകളുണ്ട്.
അതായത് ഫ്രണ്ടിൽ ഇച്ചിരി സ്ഥലം കണ്ടാൽ അവിടെ ഇടിച്ചു കയറാൻ വേണ്ടി ആളുകളുടെ ഈ പിരടി ഇങ്ങനെ കവച്ചു പോകുന്ന, പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ കവച്ചു പോകുക, അത് വളരെ അപമര്യാദയോടുകൂടിയുള്ള ഒരു പ്രവൃത്തിയാണ്. അത് ചെയ്യാൻ പാടില്ല. ജനങ്ങളിരിക്കുമ്പോൾ സഫിലൂടെ ഇങ്ങനെ കവച്ച് പോവാതിരിക്കുക. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഫ്രണ്ടിൽ ഒന്നാമത്തെ സഫിൽ സ്ഥലമുണ്ട്, നമ്മൾ പുറകിൽ നിന്ന് വരികയാണെങ്കിൽ ഒന്ന് തൊടുക, നമ്മൾ മുമ്പിലുള്ള ഇരിക്കുന്ന ആളൊന്ന് തൊട്ടാൽ അയാൾ മാറിത്തരും, അങ്ങനെ പോവുക. അല്ലാതെ അയാളുടെ പിരടി ചവിട്ടി പോവാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഖുതുബ ശ്രദ്ധയോടെ കേൾക്കണം. ഖുതുബ ശ്രദ്ധയോടെ കേൾക്കണം. ആ സമയത്താണ് പലരും മൊബൈൽ നോക്കുന്നത്, പലരും വാർത്ത കേൾക്കുന്നത്, പലരും ഗെയിം കളിക്കുന്നത്. പിന്നെ ചില ആളുകൾ ഈ പായൽ പൊങ്ങി നിൽക്കുന്ന നൂലൊക്കെ ഉണ്ട്, ആ നൂലൊക്കെ ഇങ്ങനെ വലിച്ചു കളയുന്നു, അല്ലെങ്കിൽ അശ്രദ്ധമാക്കി വാച്ചിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ അശ്രദ്ധമാക്കി കളയുന്ന പ്രവൃത്തിയാണ്. അതൊന്നും ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പള്ളിയിലിരിക്കുന്ന സമയത്ത് ഖത്തീബ് ഖുതുബ ഓതുന്നു, ആ സമയത്ത് ഒരാൾ മിണ്ടുന്നത് കണ്ടാൽ, ഒരാൾ സംസാരിക്കുന്നത് കണ്ടാൽ എടോ സംസാരിക്കല്ലേ എന്ന് പോലും പറയാൻ പാടില്ലെന്നാണ്. അത്രമാത്രം ഗൗരവമുണ്ട്. പിന്നെ പള്ളിയിൽ വന്നാൽ നമുക്ക് ആരോഗ്യമുള്ള ആളാണെങ്കിൽ പള്ളിയിൽ അലക്ഷ്യമായിട്ട് ചാരിയിരിക്കുകയോ അല്ലെങ്കിൽ കിബിലേക്ക് തെറ്റിയിരിക്കുകയോ ചെയ്യരുത്. ഇപ്പോൾ നടുവേദനയുള്ള ആളാണെങ്കിൽ ഒരു തൂണ് കണ്ടാൽ അവിടെ പോയി ചാരിയിരിക്കും, അത് സ്വാഭാവികം. അതായത് ആരോഗ്യമുള്ള ആളുകളാണെങ്കിൽ എന്താണ്, അങ്ങനെ ചാരിയിരിക്കുന്ന സ്വഭാവം. നമ്മൾ സൊഫിൽ തന്നെ ക്ലിയർ ആക്കി ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ആണുങ്ങളും പെണ്ണുങ്ങളും ശ്രദ്ധിക്കേണ്ട വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട പറയേണ്ട കാര്യങ്ങൾ: ഒന്ന് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ അധികരിപ്പിക്കുക. അത് പുരുഷന്മാർ മാത്രം പള്ളിയിൽ പോയി ചെയ്യേണ്ട കാര്യമല്ല, സ്ത്രീകളും ചെയ്യണം വീട്ടിലിരുന്ന്. അതുപോലെ തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക. നമുക്ക് ഒരുപാട് സ്വലാത്ത് അറിയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി. ഇത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്താണ്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്വലാത്തുൽ ഉമ്മി എന്ന പേരുള്ള ഈ ഒരു സ്വലാത്ത് നമ്മൾ അധികരിപ്പിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ ആ നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു കൊടുത്ത ഒരു സ്വലാത്താണിത്. ഏത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി. അല്ലാഹുവേ, ഉമ്മിയായ നിന്റെ റസൂലായ നബിയായ നിന്റെ അടിമയായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനം കൊടുക്കണം എന്നാണ് ആ സ്വലാത്തിന്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി എന്ന് നമ്മൾ പരമാവധി ഈ സ്വലാത്ത് അധികരിപ്പിക്കുക. 100 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം നമ്മൾ പരമാവധി സ്വലാത്ത് ചൊല്ലണേ. ഒരുപാട് ഹദീസുകൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഒരാൾ 100 സ്വലാത്ത് ചൊല്ലിയാൽ അവനിക്ക് അല്ലാഹു തആല 100 ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. അതിൽ അല്ലാഹു തആല 30 ആവശ്യങ്ങൾ ദുനിയാവിലെയും 70 ആവശ്യങ്ങൾ ആഖിറത്തിലെയുമാണ്. 70 ആവശ്യങ്ങൾ ആഖിറത്തിലെയും നിർവഹിച്ചു കൊടുക്കുന്നതാണ്. ദുന്യാവിലുള്ള ആവശ്യങ്ങളെക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യമുണ്ടാവുക ആഖിറത്തിലാണ്. അതുകൊണ്ട് ആഖിറത്തിലായിരിക്കും കൂടുതൽ നമുക്ക് ആവശ്യമുണ്ടാവുക. ആഖിറത്തിലേക്കുള്ള ആവശ്യ പൂർത്തീകരണത്തിന് ദുന്യാവിൽ വെച്ച് തന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മലക്കിനെ അല്ലാഹു തആല അവനെ ഏൽപ്പിക്കും. എന്നിട്ടോ ആ മലക്ക് ഇവനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയും അവൻ മരിച്ചാൽ അവൻ്റെ ഖബറിലേക്ക് ആ മലക്ക് ചൊല്ലിയ സ്വലാത്തിനെ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുന്നതാണ്. വീണ്ടും പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും 80 സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 80 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഇഹ്യാ ഉലൂവുദ്ദീൻ എന്ന കിതാബിൽ കാണാം. മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാണ്. പിന്നെയോ വെള്ളിയാഴ്ച രാവിന്റെ തുടക്കത്തിൽ സൂറത്തു ദുഖാൻ പാരായണം ചെയ്താൽ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ, വ്യാഴാഴ്ച സൂറത്തു ദുഖാൻ ഒരാൾ ഓതിയാൽ 70,000 മലക്കുകൾ അവനിക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് ഹദീസിൽ നമുക്ക് കാണാം. പിന്നെയോ വെള്ളിയാഴ്ച രാവിലോ പകലിലോ സൂറത്തു ദുഖാൻ ഓതിക്കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു തആല അവനിക്ക് വേണ്ടി നിർമ്മിക്കുന്നതാണ്. പിന്നെയോ സൂറത്തുൽ കഹ്ഫ് അതിപ്രധാനമാണ്. ജുമുഅ ദിവസം ഈ സൂറത്തുൽ കഹ്ഫ് ഓതൽ പ്രത്യേകം സുന്നത്ത്. അതായത് ജുമുഅ ഖുതുബക്ക് മുമ്പ്, ഇമാമ് ഖുതുബക്ക് കയറുന്നതിന് മുമ്പെങ്കിലും നമ്മൾ പരമാവധി ഈ സൂറത്തുൽ കഹ്ഫ് ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ജുമുഅക്ക് മുമ്പ് ഓതാൻ പറ്റിയില്ല എങ്കിൽ ജുമുഅക്ക് ശേഷം ഓതിയാലും മതിയാകുന്നതാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ദജ്ജാലിൻ്റെ ഷർറിൽ നിന്നും കാവൽ കിട്ടുന്നതാണ്. മാത്രമല്ല ഒരു മനുഷ്യൻ ജുമുഅയുടെ രാവിലോ പകലിലോ ഒരു സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ അടുത്ത ജുമുഅ വരെ, അതായത് ആ ഒരു ദിവസം, ബാക്കിയുള്ള 7 ദിവസം അല്ലാഹു തആല ഒരു പ്രകാശം അവനിക്ക്
കൊടുക്കും. ആ പ്രകാശം കാരണത്താൽ അവൻ്റെ ചെറുപാപങ്ങളും വൻപാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസം എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ചെയ്യാൻ പറ്റിയ മറ്റൊരു സുന്നത്താണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. വ്യാഴാഴ്ച അസ്ർ നിസ്കാരത്തിന് ശേഷം മുതൽ വെള്ളിയാഴ്ച മഗ്രിബിൻ്റെ ഉള്ളിൽ വരെ ആ ഒരു സമയത്തിനുള്ളിൽ 1000 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ വളരെ പ്രതിഫലങ്ങളുണ്ടെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാണ്. പിന്നെ പറയുന്നു ജുമാ നിസ്കാരത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം, അതായത് ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ എന്നിവ, അതായത് സൂറത്തുൽ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 4 സൂറത്തും 11 വട്ടം ഓതിയാൽ അടുത്ത ജുമാ വരെ കണ്ണേർ, സിഹർ, കരിനാക്ക്, കൊതി, അസൂയ ഒന്നും, ശൈത്താന്റെ ഷർറ് ഒന്നും അവനിക്ക് ഏൽക്കൂല. ഇനി വെള്ളിയാഴ്ച ദിവസം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇനി ചെറുതും വലുതുമായ തെറ്റുകൾ ഒന്നും വരാതിരിക്കാൻ, കാരണം അല്ലാഹു തആല ആദരിച്ചൊരു സമയമാണ് വെള്ളിയാഴ്ച സമയം. നമ്മൾ സാധാരണ ദിവസം ചെയ്യുന്നത് പോലെയല്ല, വെള്ളിയാഴ്ച ദിവസം നന്മ ചെയ്താൽ അല്ലാഹു കൂടുതൽ പ്രതിഫലം തരും. അതുപോലെ വെള്ളിയാഴ്ച ദിവസം എന്തെങ്കിലും ഒരു തിന്മ ചെയ്താൽ അതിൻ്റെ ശിക്ഷയും ഇരട്ടിയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതും വലുതുമായ തെറ്റുകളിൽ നിന്നും സൂക്ഷ്മത പാലിക്കണം. കാരണം വെള്ളിയാഴ്ച ദിവസം നല്ലത് ചെയ്താൽ ഇരട്ടി പ്രതിഫലമാണ്. അതുപോലെ തന്നെ തിന്മ ചെയ്താൽ അതിന് ഇരട്ടി ശിക്ഷയാണ്. ഒരു അടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ നല്ല ദിവസങ്ങളിൽ നന്മ കൂടുതൽ ചെയ്യാൻ അള്ളാഹു അവനിക്ക് തൗഫീഖ് തരും. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മറ്റ് ദിവസങ്ങളെക്കാൾ കൂടുതൽ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളമാണ്. ഒരു കാരണവും കൂടാതെ 3 ജുമുഅകൾ ഒരു സത്യവിശ്വാസി ഉപേക്ഷിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു തആല സീല് വെക്കുന്നതാണ്. ഇന്നും ചില ആളുകൾ പറയുന്നത് കൊറോണയ്ക്ക് ശേഷം പള്ളിയിലേക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ലെന്നാണ്. കൊറോണ കഴിഞ്ഞ് 4 വർഷമായി, എന്നിട്ടും ഇതുവരെ പള്ളി, ബാക്കി എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്, പള്ളി പോയി തുടങ്ങിയിട്ടില്ല. എന്തേ? കൊറോണ വരെ എല്ലാവരും കൂടി നിൽക്കുമല്ലേ എന്ന്. ബാക്കി എല്ലാ സ്ഥലത്തും കൂടി നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇന്നും അങ്ങനെ പറഞ്ഞിട്ട് പള്ളിയിൽ നിന്നും ഒഴിവായി പോകുന്നവരുണ്ട്. നമുക്ക് കൊറോണയുടെ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ജുമാ നഷ്ടമായിട്ടുണ്ട്. അത് കാരണം കൊണ്ടാണ്, സബബുണ്ട്, കാരണമുണ്ട്. പക്ഷേ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ഒരു മുടക്ക് ന്യായം പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ അവൻ ജുമാ ഉപേക്ഷിച്ചാൽ അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു സീല് വെക്കും. പിന്നെ ഒരു നല്ല കാര്യം അവൻ്റെ മനസ്സിലേക്ക് കയറില്ല. നിസ്കാരത്തിന് മുമ്പ് ഇപ്പോൾ ഒരാൾ വെള്ളിയാഴ്ച യാത്ര പോവാൻ ഉദ്ദേശിച്ചു, വെള്ളിയാഴ്ച യാത്ര പോയാൽ എൻ്റെ ജുമാ നിസ്കാരം നഷ്ടമാകും എന്നൊരാൾക്ക് മനസ്സിലായാൽ അവൻ വെള്ളിയാഴ്ച യാത്ര പോവാൻ പാടില്ല. അത് ഹറാമാണെന്ന് പോലും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ജുമാ ദിവസം മാത്രമായി നോമ്പെടുക്കാൻ പാടില്ല. ഒന്നുകിൽ നോമ്പെടുക്കുമ്പോൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നോമ്പെടുക്കുക, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയും ശനിയാഴ്ച നോമ്പെടുക്കുക. കാരണം വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായ ആളുകളുടെ പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് വെള്ളിയാഴ്ച തനിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പെടുക്കാതിരിക്കലാണ് വേണ്ടത്. ഇനി ജുമാ നമസ്കാരത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ജുമാക്ക് ശേഷം പള്ളിയിൽ തന്നെ കുറച്ച് നേരം ഇരിക്കുക. നമ്മളൊക്കെ ജുമാ നിസ്കാരം കഴിഞ്ഞ് ഉടൻ ഓടിപ്പോകുന്നവരാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞ് ഒരു അല്പസമയം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ 11 വട്ടം സൂറത്തുൽ ഫാത്തിഹ, 11 വട്ടം ഇഖ്ലാസ്, 11 വട്ടം സൂറത്തുൽ ഫലക്ക്, 11 വട്ടം സൂറത്തുൽ നാസ്, ഈ ഒരു സമയം അയാൾ അവിടെ പള്ളിയിൽ തന്നെ താമസിച്ചു. നമുക്ക് മഹത്തുക്കൾ പറയുന്നു, അസർ നിസ്കാരം വരെയെങ്ങാനും ഒരാൾക്ക് പള്ളിയിൽ തന്നെ കഴിഞ്ഞുകൂടാൻ പറ്റിയാൽ അവനിക്ക് അല്ലാഹു തആല ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്നാണ്. വെള്ളിയാഴ്ച നോമ്പെടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പിന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പള്ളിയിൽ തന്നെ ഇബാദത്തിലായി കഴിഞ്ഞുകൂടി, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ കിടന്ന് ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് വെച്ച് കിടന്നുറങ്ങിയാൽ എന്ത് പ്രതിഫലം കിട്ടും? ഹജ്ജിൻ്റെ ഉംറയുടെ പ്രതിഫലം കിട്ടുമെന്നാണ്. മാത്രമല്ല ജുമാ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേകം ഭക്ഷണം കഴിക്കലും സുന്നത്താണ്. അതുമുണ്ട്, രണ്ടും പറ്റുന്നവർക്ക് ചെയ്യാം. ഭക്ഷണം കഴിക്കൽ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാറുണ്ട്, പക്ഷേ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ നിയ്യത്ത് വെക്കണം. എന്ത്? ജുമാ ദിവസത്തിലുള്ള ഒരു സുന്നത്തായ അമൽ ഞാൻ എടുക്കുന്നു. കാരണം ഭക്ഷണം കഴിക്കൽ, ജുമാ നിസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. കാരണം സ്വഹാബിമാരൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായ സഹൽ ബിൻ സഅദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ജുമാക്ക് ശേഷമായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത്. അപ്പോൾ അതൊരു സുന്നത്താണ്, നബി തങ്ങൾ അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ആ ഒരു സുന്നത്ത് ഞാൻ എടുക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടും. സാധാരണ ദിവസങ്ങളിൽ ദുഹർ നിസ്കാരത്തിന് മുമ്പുള്ള ഒരു കൈലൂലത്തിൻ്റെ ഉറക്കമുണ്ട്, ആ കൈലൂലത്തിൻ്റെ ഉറക്കം ജുമാ ദിവസമാണ്, വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ ജുമാക്ക് ശേഷം
ഉറങ്ങലാണ് പ്രത്യേകം നല്ലത്. ഒരു ഇസ്തിഹാറത്തിൻ്റെ ഒരു വിശ്രമം സാധാരണ ദിവസങ്ങളിൽ ളുഹറിന് മുമ്പ് കിടന്ന് ഉറങ്ങൽ സുന്നത്തുണ്ട്. ഒരു അല്പസമയം ളുഹർ നിസ്കാരത്തിന് മുമ്പ് ഉറങ്ങൽ പ്രത്യേകം സുന്നത്താണ്. ആ ഉറക്കത്തിൻ്റെ പേര് കൈലൂലത്തിൻ്റെ ഉറക്കം എന്നാണ്. ആ ഉറക്കം ജുമാ ദിവസം ജുമാക്ക് ശേഷമാക്കലായിരിക്കും നല്ലത്. പിന്നെയോ വെള്ളിയാഴ്ച ദിവസം സുന്നത്തായ പ്രധാനപ്പെട്ട ഒരു അമലാണ് ഖബർ സന്ദർശിക്കുക. മരണപ്പെട്ടുപോയ ആളുകൾ, അല്ലേ, അത് മഹാന്മാരുടെ ഖബറാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, കുടുംബാദികൾ, അവരൊക്കെ മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവരുടെ ഖബറിടം സന്ദർശിക്കുക, അവർക്ക് വേണ്ടി ദുആരക്കുക, യാസീൻ ഓതുക, ഫാത്തിഹ ഓതുക, അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. ഇനി മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്കും അതുപോലെ ഭർത്താക്കന്മാർക്കൊക്കെ ഉമ്മമാർക്ക് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടി യാസീൻ ഓതി പ്രത്യേകം ദുആരക്കാം. സഅദത്തുദ്ദാറൈനി എന്ന ഒരു കിതാബിൽ കാണാം, വെള്ളിയാഴ്ച ദിവസം മഹാന്മാരുടെ മഖ്ബറകൾ സന്ദർശിക്കൽ നല്ലതാണ്. വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, തിങ്കളാഴ്ച രാവ്, തിങ്കളാഴ്ച പകലൊക്കെ മഹാന്മാരായ ആളുകളുടെ റൂഹുമായിട്ടൊരു വലിയ ആത്മീയമായ ബന്ധമുണ്ടാകും അവരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്താൽ. അപ്പോൾ സിയാറത്തിൻ്റെ കാര്യവും മറന്നു പോവണ്ട. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് വെള്ളിയാഴ്ച ദിവസം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ചുരുക്കി നമ്മൾ പറഞ്ഞതാണ്. ഇത്രയും സമയമെടുത്തു. അപ്പോൾ ഇത് വെറുതെ നമ്മൾ സംസാരിച്ച് കളഞ്ഞതല്ല. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.